ചുമരെഴുത്തിലേക്ക് സ്വാഗതം. മറിയക്കുട്ടിയുടെ ജീവിതത്തെക്കാൾ വലിയ അനാഥത്വമായിരുന്നു 1921 ശേഷം 1930 വരെയുള്ള ഏറനാട്ടിലെ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ. ആ അവസ്ഥ ശരിക്ക് മനസ്സിലാക്കണമെങ്കിൽ ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരിലേക്കുള്ള ബ്രിട്ടീഷുകാരുടെ റെയിൽപാത നിർമ്മാണത്തിൽ നടന്ന കഥന കഥകൾ കേട്ടാൽ മതി. 1940 നിലമ്പൂർ കാട്ടിൽ ബ്രിട്ടീഷുകാർ ഒരു വലിയ തേക്ക് പ്ലാന്റേഷൻ സ്ഥാപിച്ചു. നിലമ്പൂരിലെ തേക്കുകളെ കടത്തിക്കൊണ്ടുപോയിരുന്നത് ചാലിയാർപ്പുഴ ഉപയോഗിച്ചായിരുന്നു. അത് ഫറൂഖിലേക്കായിരുന്നു. അത് തീവണ്ടി മാർഗമാക്കി ബ്രിട്ടനിലേക്ക് എളുപ്പത്തിൽ കടത്താൻ അവർ ആലോചിച്ചുകൊണ്ടിരുന്നു. ഈ ആലോചനക്കിടയിലാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ മലബാറിൽ മാപ്പിള പോരാട്ടം നടക്കുന്നത്. വലിയ യാതനകളാണ് അന്ന് സ്ത്രീകൾ അതിൽ അനുഭവിച്ചത്. മലബാർ കലാപം അടിച്ചൊതുക്കിയ ശേഷം അറസ്റ്റ് ചെയ്ത മലബാറിലെ സമര പോരാളികളെ ഉപയോഗിച്ച് നിലമ്പൂർ റെയിൽവേ ലൈൻ പൂർത്തീകരിക്കാൻ ആലോചനകൾ നടന്നു. അക്കാര്യം കലാപം അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയ AR നാപ്പ് അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിന്റെ അവസാനത്തിൽ ഈ കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം അതിൽ ഇങ്ങനെയാണ് എഴുതുന്നത്: ഈ കലാപകാരികളായ മാപ്പിളമാർക്ക് ജോലി നൽകാനുള്ള പദ്ധതി അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിലാണ്. നിലമ്പൂർ ഷൊർണൂർ റെയിൽവേ തടവുകാരിൽ വലിയൊരു വിഭാഗം പേർക്ക് തൊഴിൽ നൽകാൻ ഇടയുണ്ട്. എന്നാൽ ഈ പദ്ധതി നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം ആ റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷെ സംഭവിച്ചത് വേറൊന്നാണ്. കലാപകാരികളെ പുറത്തുവിടാൻ ബ്രിട്ടീഷ് ഭരണകൂടം തയ്യാറായില്ല. കുറെ പേരെ അണ്ടമാനിലേക്കും നാടുകടത്തി തമിഴ്നാട്ടിലെ ബെല്ലാരി ജയിലിലും ഉണ്ടായിരുന്നു ഏറെ പേർ. പിന്നീട് ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ പാത നിർമ്മിക്കാൻ നിയോഗിക്കപ്പെട്ടത് തമിഴ്നാട്ടിൽ നിന്നുള്ള കൗണ്ടർമാർ എന്ന മേസ്തിരിമാരായിരുന്നു. അവർ നാട്ടിലെ സാധാരണക്കാരെ ഉപയോഗപ്പെടുത്തി പാത നിർമ്മാണം പൂർത്തിയാക്കി. 1927 പൂർത്തിയാക്കിയതാണ് നിലമ്പൂർ റെയിൽവേ പാളത്തിന്റെ നിർമ്മാണം. ആ നിർമ്മാണത്തിന് ഏറനാട്ടിലെ നിരാലംബരായ സ്ത്രീകൾക്ക് ഈ റെയിൽവേ പണിയിൽ പങ്കെടുക്കേണ്ടി വന്നു. അന്ന് മലബാറുകളിലെ വീടുകളിൽ ആണുങ്ങൾ ഉണ്ടായിരുന്നില്ല, കുറവായിരുന്നു. ഏകദേശം പേരും തടവുകാരായി ബെല്ലാരിയിലും അതുപോലെ തന്നെ അണ്ടമാനിലുമൊക്കെ നാട് കടത്തപ്പെട്ടിരുന്നു. വീട്ടിൽ കുട്ടികളും സ്ത്രീകളും തനിച്ചായി. പട്ടിണി മാറ്റാൻ യാതൊരു മാർഗവും ഇല്ലാതായി അക്കാലത്ത്. മുസ്ലിം നവോത്ഥാന സംവിധാനങ്ങൾക്കോ അവരെ സഹായിക്കാനായില്ല. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് മുസ്ലിം ലീഗ് തന്നെ കേരളത്തിൽ വരുന്നത്. ആ ഒരു കാലത്താണ് തമിഴ്നാട്ടിൽ നിന്നെത്തിയ റെയിൽവേ പണിക്കാർക്ക് വേണ്ടി കഞ്ഞിപ്പുരകൾ ഉയരുന്നത്. ഭക്ഷണം പാകം ചെയ്യാനും മറ്റും കാര്യങ്ങൾക്കായി മലബാറിലെ വീടുകളിൽ മാത്രം കഴിഞ്ഞിരുന്ന സ്ത്രീകൾ ഇതിലേക്ക് ആനയിക്കപ്പെട്ടു. കാരണം വീടുകളിൽ എല്ലാം പട്ടിണിയായിരുന്നു. എന്ന് പറഞ്ഞാൽ ആ കഞ്ഞിപ്പുരകളിലേക്കും റെയിൽവേ പണികളിലേക്കും അതുവരെ പുറത്തൊന്നും പണിക്ക് പോകാതിരുന്ന മാപ്പിള സ്ത്രീകൾ വിശപ്പിന്റെ അസഹനീയമായ വിളിയിൽ പണിക്ക് പോകാൻ തുടങ്ങി. വലിയ ധാർമ്മിക ച്യുതിയാണ് അവിടെ സംഭവിച്ചത്. മേസ്തിരിമാരിൽ നിന്ന് കൊടിയ ലൈംഗിക പീഡനങ്ങൾ മാപ്പിള സ്ത്രീകൾ നേരിട്ടു. കഞ്ഞിപ്പുരകൾ രാത്രി സ്ത്രീകളുടെ മാനത്തിന് വില പറഞ്ഞു. ബ്രിട്ടീഷ് കൂട്ടക്കൊലയേക്കാൾ മലബാറിലെ സ്ത്രീകൾ നേരിട്ടത് ഏറനാട്ടിലെ സ്ത്രീകൾ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധിയായിരുന്നു ഇത്. ആ കാലത്താണ് പുലിക്കോട്ടിൽ ഹൈദർ മറിയക്കുട്ടി കത്തുപാട്ട് എഴുതുന്നത്. മറിയക്കുട്ടി കത്തുപാട്ടിൽ അതെല്ലാം സൂചിപ്പിക്കുന്നുണ്ട്. മറിയക്കുട്ടി ഹസൻകുട്ടിക്ക് എഴുതുന്ന കത്തിൽ കൈകുത്താതെ മറിയുന്നുണ്ട് സ്ത്രീകൾ എന്ന് സൂചിപ്പിക്കുന്നത് ഈ ധാർമ്മിക മൂല്യച്യുതിയാണ് അതിൽ സൂചിപ്പിക്കുന്നത്. മറിയക്കുട്ടി കത്തുപാട്ടിന്റെ ഇതിവൃത്തം തന്നെ ബെല്ലാരി ജയിലിൽ അകപ്പെട്ട ഹസൻകുട്ടി ഈ നാട്ടിലെ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടായിരുന്നു. ആ മനോവിഷമത്തിൽ പല തടവുകാരും അവിടെ കഴിച്ചുകൂട്ടിയിരുന്നു. തന്റെ പെണ്ണും ഈ കുത്തൊഴുക്കിൽ പിടിച്ചു നിൽക്കാനാകാതെ പിഴച്ചുപോയി എന്ന് കരുതി ഹസൻകുട്ടി തന്റെ ഉമ്മാക്ക് ഭാര്യയെ മൊഴി ചൊല്ലിയതായി എഴുതി അറിയിക്കുന്നു. അത് കിട്ടിയ ഉടനെ അസ്വസ്ഥയായ ഭാര്യ കവി പുലിക്കോട്ടിൽ ഹൈദറിനെ കാണുകയും ഭർത്താവിന്റെ ഒരു നിവേദനം കണക്ക് ഒരു മറുപടി എഴുതുകയും ചെയ്തു. അന്ന് അദ്ദേഹം എഴുതിയ ആ മറുപടിയാണ് യഥാർത്ഥത്തിൽ മറിയക്കുട്ടി കത്തുപാട്ട്. ആ പാട്ടിലെ ഇതിവൃത്തം തന്നെ നാട്ടിൽ നിങ്ങൾ അറിയുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഞാൻ തിരക്കാരിയല്ല,
എന്ന് ഭർത്താവിനെ അറിയിക്കുന്നതാണ്. എന്തായാലും ആ കത്തുപാട്ട് ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് 1921 ശേഷം സ്ത്രീകൾ അനുഭവിച്ച കൊടും യാതനകളുടെ ഒരു ചൂണ്ടുപലകയായി ഇന്നും നിലനിൽക്കുന്നു. ഏത് യുദ്ധവും അവസാനമായി ബാധിക്കുന്നത് സ്ത്രീകളെയും കുട്ടികളെയുമായിരിക്കും എന്നതാണ് ഒരു ആപ്തവാക്യം. ഇത് ഇവിടെയും ശരിയായി സംഭവിക്കുകയാണ് ചെയ്തത്.